വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം 7th സെമിസ്റ്റർ ഫാർമസി പ്രാക്ടീസ് എന്ന സബ്ജക്റ്റിൽ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, മാനേജ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്? ADR. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രഗ് നമ്മുടെ ബോഡിയിൽ കാണിക്കുന്ന അൺഡിസൈറബിൾ എഫക്റ്റിനെയാണ് ADR എന്ന് പറയുക. അത് ഹാംഫുൾ അൺഇൻറ്റൻഡഡ് എഫക്റ്റ് ആണ്. നമ്മുടെ ബോഡിയിൽ പ്രിവെൻഷന് വേണ്ടിയിട്ടോ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടോ ഒരു ഡിസീസസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗിൻ്റെ നോർമൽ ഡോസ് തന്നെ ഹാംഫുൾ ആയിട്ടുള്ള അൺഇൻറ്റൻഡഡ് ആയിട്ടുള്ള എഫക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ADR, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് എന്ന് പറയുക. ഒരു ഡ്രഗ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ റെസ്പോൺസ് ഒന്നുകിൽ ഡിസൈറബിൾ ആവാം, അല്ലെങ്കിൽ അൺഡിസൈറബിൾ എഫക്റ്റ് ആവാം. ആ അൺഡിസൈറബിൾ എഫക്റ്റിനെയാണ് നമ്മൾ ADR എന്ന് പറയുക. മനസ്സിലായില്ലേ? അതാണ് ADRൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. കോസസ് ഓഫ് ADR എന്തുകൊണ്ടാണ് വരുന്നത്? ഒന്നെങ്കിൽ ഡ്രഗിൻ്റെ ഓവർഡോസിങ് കാരണം, അല്ലെങ്കിൽ ആ മെഡിസിനോടുള്ള എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് കാരണം, മെഡിക്കേഷനെ പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത് കാരണം, അതല്ലെങ്കിൽ പേഷ്യൻ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് ആയിട്ട് ഏജും ഡിസീസ് കണ്ടീഷനും ഡ്രഗ് ഇൻട്രാക്ഷനും ഒക്കെ അതിൻ്റെ കോസസ് ആണ്. അപ്പോൾ ഇതാണ് കോസസ് ഓഫ് ADR. അടുത്തത് ADRൻ്റെ ക്ലാസിഫിക്കേഷനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ADRനെ നമുക്ക് പ്രെഡിക്റ്റബിൾ ADR ഉണ്ട്, അൺപ്രെഡിക്റ്റബിൾ ADR ഉണ്ട്. പ്രെഡിക്റ്റബിൾ ആൻഡ് ഡോസ് ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, അത് മോർ കോമൺ ടൈപ്പാണ്, കൂടുതലായിട്ട് കാണുന്നതാണ്. അത് നമുക്ക് ഡ്രഗിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റീനെ ബേസ് ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊരു ഡ്രഗിൻ്റെ ഡോസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതായത് ഡോസ് ഡിപ്പെൻഡൻ്റ് ആണ്. അത് തന്നെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: എക്സസ് ഫാർമക്കോളജിക്കൽ എഫക്റ്റ്, സെക്കൻഡറി ഫാർമക്കോളജിക്കൽ എഫക്റ്റ്, ടോക്സിസിറ്റി ഡ്യൂ ടു സഡൻ വിഡ്രോവൽ. അതിൽ ഫസ്റ്റ് വൺ ആണ് എക്സസ് ഫാർമക്കോളജിക്കൽ എഫക്റ്റ്. അതെന്ത് കാരണം? ഓവർഡോസ് കാരണം, അല്ലെങ്കിൽ ഒരു ഡ്രഗിൻ്റെ ലോങ് ടേം യൂസ് കാരണമാണ് ഈ ഒരു ADR അവിടെ ഉണ്ടാവുന്നത്. ചില സമയത്ത് ഫിസിഷ്യൻസ് നമുക്ക് വേണ്ട ഡോസിൻ്റെ തന്നെ അപ്പർ റേഞ്ച് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ടോക്സിസിറ്റി കോസ് ചെയ്യാം. എക്സാമ്പിളാണ് പാരസെറ്റമോൾ ഹെപ്പാറ്റിക് ടോക്സിസിറ്റി കോസ് ചെയ്യും, ഇൻസുലിൻ ഹൈപ്പോഗ്ലൈസീമിയ കോസ് ചെയ്യും, ഹെപ്പാരിൻ ബ്ലീഡിംഗ് കോസ് ചെയ്യും. ഇതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഡോസിനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അടുത്തതാണ് സെക്കൻഡറി ഫാർമക്കോളജിക്കൽ എഫക്റ്റ്. സെക്കൻഡറി ഫാർമക്കോളജിക്കൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രഗിന് ഒരു പ്രൈമറി എഫക്റ്റ് ഉണ്ടാവും. ആ പ്രൈമറി എഫക്റ്റ് കൂടാതെ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള എഫക്റ്റും കൂടി ഉണ്ടാവും. അതാണ് സെക്കൻഡറി എഫക്റ്റ്. എക്സാമ്പിൾ സിട്രസിൻ നമുക്കറിയാം, അതിന് ആൻറ്റി അലർജിക് എഫക്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതാണ് ഈ ഡ്രൗസീനസ്, നമുക്ക് ഉറക്കം വരിക, സെഡേഷൻ, ഇതൊക്കെ സിട്രസിൻ്റെ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള എഫക്റ്റ് ആണ്. അതാണ് സെക്കൻഡറി ഫാർമക്കോളജിക്കൽ എഫക്റ്റ്, അതൊരു ADR ആണ്. അടുത്തത് ടോക്സിസിറ്റി ഡ്യൂ ടു സഡൻ വിഡ്രോവൽ. പെട്ടെന്ന് ആ ഒരു ഡ്രഗ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ടോക്സിസിറ്റി. ഓക്കെ, അതാണ് എന്ത്? ടോക്സിസിറ്റി ഡ്യൂ ടു സഡൻ വിഡ്രോവൽ. അതിനെ റീബൗണ്ട് എഫക്റ്റ് എന്നും പറയും. എക്സാമ്പിളാണ് ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് ആയിട്ട് സീഷേഴ്സിനാണ് യൂസ് ചെയ്യുക. സീഷേഴ്സ് കോസ് ചെയ്യുന്നുണ്ട് ആഫ്റ്റർ സഡൻ വിഡ്രോവൽ. ബീറ്റാ ബ്ലോക്കേഴ്സ് ആണെങ്കിൽ റീബൗണ്ട് ഹൈപ്പർ ടെൻഷനാണ് കോസ് ചെയ്യുന്നത്. അടുത്തതാണ് അൺപ്രെഡിക്റ്റബിൾ ആൻഡ് ഡോസ് ഡിപ്പെൻഡൻറ്റ്. ഇത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല, അൺനോൺ കോസസ് കാരണമാണ് ഉണ്ടാവുന്നത്. ആൻഡ് ഇത് ലെസ് കോമൺ ആണ്, പക്ഷെ കൂടുതൽ ഡേഞ്ചറസ് ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഡ്രഗിനെ ഡിസ്കണ്ടിന്യൂ ചെയ്യാണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. ഇതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ഇഡിയോസിൻക്രസി. ഇഡിയോസിൻക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അബ്നോർമൽ റിയാക്ഷനാണ്. അത് ഡോസിനെ റിലേറ്റ് ചെയ്തിട്ടല്ല വരിക. ഇത് പേഷ്യൻറ്റിൻ്റെ ഇൻഡിവിജ്വൽ പെക്യുലാരിറ്റീസ് കാരണമാണ് ഉണ്ടാവുന്നത്. ബാർബിറ്റുറേറ്റ്സ് ആണെങ്കിൽ എക്സൈറ്റ്മെൻറ്റും കൺഫ്യൂഷനുമാണ് കോസ് ചെയ്യുന്നത്. അടുത്തത് അലർജിക് ഡ്രഗ് റിയാക്ഷൻസ് ആണ്. അതിന് ഡ്രഗ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നും പറയുന്നുണ്ട്. ഇത് ഇമ്മ്യൂൺ മീഡിയേറ്റഡ് റിയാക്ഷനാണ്. സിവിയർ ആയിട്ട് സഡൻ സംടൈംസ് ലൈഫ് ത്രെറ്റനിങ് ആണ് ഇത് കോസ് ചെയ്യുക. ഇത് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഈവൻ ഡെത്ത് വരെ കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ജെനറ്റിക്കലി ഡിറ്റർമിൻഡ് ടോക്സിസിറ്റി ആണ്. ജീൻസിലുള്ള വേരിയേഷൻസ് ഡ്രഗ് മെറ്റാബോളിസത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ADR കോസ് ചെയ്യും. മൈക്രോസോമൽ എൻസൈം ആക്ടിവിറ്റി കൺട്രോൾഡ് ബൈ ജീൻസ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ADR. അടുത്തത് ഡീഹൈഡ്രോജനേസ് ഡെഫിഷ്യൻസി ആണ്. ഡീഹൈഡ്രോജനേസ് ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് ഡെഫിഷ്യൻസി. G6PD ഡെഫിഷ്യൻസി എന്നൊരു എക്സാമ്പിൾ ആണ്. ഇത് പ്രിമാക്വിനായിട്ട് ഹീമോലൈസിസ് കോസ് ചെയ്യുന്നുണ്ട്, ലീഡ്സ് ടു ഹീമോലൈസിസ് വിത്ത് പ്രിമാക്വിൻ.
ഇനി ക്ലാസിഫിക്കേഷൻ തന്നെ നമ്മൾ ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ പറഞ്ഞത്, പ്രെഡിക്റ്റബിൾ ആൻഡ് ഡോസ് ഡിപ്പെൻഡൻറ്റ്, അതേപോലെ അൺപ്രഡിക്റ്റബിൾ ആൻഡ് ഡോസ് ഇൻഡിപെൻഡൻറ്റ്. അടുത്തതാണ് ബേസ്ഡ് ഓൺ ഓൺസെറ്റ് ഓഫ് ഇവൻറ്റ്. ഓൺസെറ്റ് ഓഫ് ഇവൻറ്റിനെ ബേസ് ചെയ്ത് 3 ടൈപ്പാണുള്ളത്, അക്യൂട്ട്, സബ് അക്യൂട്ട്, ലാറ്റൻറ്റ്. അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ വിത്തിൻ 1 അവർ അത് ഒക്കർ ചെയ്യുന്നുണ്ട്. സബ് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ 1 to 24 hours ആഫ്റ്റർ അഡ്മിനിസ്ട്രേഷൻ. ലാറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 2 days ഓർ മോർ. ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഉണ്ട്, അത് ആൽഫബറ്റിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നും പറയുന്നുണ്ട്. അത് ടൈപ്പ് എ മുതൽ ടൈപ്പ് എഫ് വരെയാണ് ഉള്ളത്. ടൈപ്പ് എ ആണ് എഗുമെൻറ്റഡ്. എഗുമെൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാജറേറ്റഡ് ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഓഫ് ഡ്രഗ് കാരണമാണ് ഈ എഗുമെൻറ്റഡ് ADR ഉണ്ടാകുന്നത്. അത് പ്രെഡിക്റ്റബിൾ ആണ്, ഡോസ് ഡിപ്പെൻഡൻ്റ് ആണ്. എക്സാമ്പിൾ ആണ് ആൻറ്റി കൊയാഗുലൻ, ബ്ലീഡിംഗ് കോസ് ചെയ്യും, നൈട്രേറ്റ്സ് ഹൈപ്പോടെൻഷൻ കോസ് ചെയ്യും. ടൈപ്പ് ബി ഉണ്ട് ബിസെയർ. ബിസെയർ എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് റിയാക്ഷൻ ആണ്, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല, ഡോസ് ഡിപ്പെൻഡൻ്റ് അല്ല. എക്സാമ്പിൾ ആണ് ആൻറ്റി കൺവൽസൻസ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ കോസ് ചെയ്യും. ടൈപ്പ് സി ആണ് ക്രോണിക് അല്ലെങ്കിൽ കെമിക്കൽ, അത് ലോങ് ടേം തെറാപ്പി കാരണമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ADME അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റാബോളിസം, എക്സ്ക്രീഷനിൽ വരുന്ന ചേഞ്ചസ് കാരണമാണ് ഉണ്ടാവുക. എക്സാമ്പിൾ ആണ് പാരസെറ്റമോൾ, ഹെപ്പാറ്റോടോക്സിസിറ്റി കോസ് ചെയ്യും. ടൈപ്പ് ഡി ആണ് ഡിലേഡ്. ഡിലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുമുലേഷൻ അല്ലെങ്കിൽ ഡിലേഡ് എഫക്ട്സ് കാരണം പ്രൊലോങ്ഡ് യൂസിന് ശേഷമാണ് അത് അപ്പിയർ ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ് അനാൽജസിക്സ്, ന്യൂറോപ്പതി കോസ് ചെയ്യും. ടൈപ്പ് ഇ ആണ് എൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എക്സിറ്റ് എന്നും പറയുന്നുണ്ട്. ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് ലോങ് ടേം ഡ്രഗ് തെറാപ്പീൻ്റെ സഡൻ വിഡ്രോവലിന് ശേഷമാണ്. എക്സാമ്പിൾ ആണ് ഫെനിഡോയിൻ വിഡ്രോവൽ, സീഷർ കോസ് ചെയ്യും. ടൈപ്പ് എഫ് ആണ് ഫെയിലിയർ. ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻറ്റൻറ്റഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തെറാപ്പീന് ഫെയിൽ ആവുന്നതാണ്. എക്സാമ്പിൾ ആണ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, കോൺട്രാസെപ്ഷൻ്റെ ഫെയിലിയർ ആണ് കോസ് ചെയ്യുന്നത്. ഇതാണ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ്. അടുത്തത് ബേസ്ഡ് ഓൺ സിവിയാരിറ്റി. സിവിയാരിറ്റീനെ ബേസ് ചെയ്തിട്ട് ADR 4 ടൈപ്പാണ് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. മൈനർ, അതായത് തെറാപ്പിയുടെ ചേഞ്ച് ഒന്നും അവിടെ ആവശ്യമില്ല, മൈനർ ആയിട്ടാണ്. മോഡറേറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഫാർമക്കോ തെറാപ്പിക്ക് ഒരു ചേഞ്ച് ആവശ്യമാണ്. സിവിയർ ഉണ്ട്, അവിടെ ഹോസ്പിറ്റൽ അഡ്മിഷൻ്റെ ആവശ്യമുണ്ട്. ലീതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് കോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഡ്യൂ ടു ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. ഇനി അതർ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് സൈഡ് എഫക്ട്സ്. സൈഡ് എഫക്ട്സ് പ്രെഡിക്റ്റബിൾ ആണ്. എക്സാമ്പിൾ അട്രോപ്പിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് ഡ്രൈ മൗത്ത്. അതേപോലെ തന്നെ സെക്കൻഡറി എഫക്റ്റ് സെഡേഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ സിട്രസിൻ സെഡേഷൻ കോസ് ചെയ്യും. ആൻറ്റിബയോട്ടിക്സ് ആണെങ്കിൽ ഡയറിയ കോസ് ചെയ്യും. അടുത്തത് ടോക്സിക് എഫക്ട്സ് ആണ്. എക്സാമ്പിൾ ആണ് CNS ഡിപ്രഷൻ, ഇൻകോഹറൻസ്, സെഡേഷൻ. ഇതൊക്കെയാണ് ടോക്സിക് എഫക്ട്സ്. കാർസിനോജെനിസിറ്റി ഉണ്ട്, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ക്യാൻസർ. ഇൻടോളറൻസ് അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അലർജിക് റിയാക്ഷൻസ് ആണ്. ടെറാട്ടോജെനിസിറ്റി, അതായത് ഫീറ്റൽ ഡിഫക്ട്സ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് താലിഡോമൈഡ് ആണെങ്കിൽ ഫോഗോമീരിയ കോസ് ചെയ്യുന്നുണ്ട്. ഇതാണ് അതർ ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ADRൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് പ്രെഡിക്റ്റബിൾ ആൻഡ് ഡോസ് ഡിപ്പെൻഡൻറ്റും അൺപ്രെഡിക്റ്റബിൾ ആൻഡ് ഡോസ് ഇൻഡിപെൻഡൻറ്റ്. അടുത്തൊരു ടൈപ്പാണ് ബേസ്ഡ് ഓൺ ഓൺസെറ്റ് ഓഫ് ഇവൻറ്റ്, അക്യൂട്ട്, സബ് അക്യൂട്ട്, ലാറ്റൻറ്റ്. ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ടൈപ്പ് A മുതൽ ടൈപ്പ് F വരെ ഉണ്ട്. ബേസ്ഡ് ഓൺ സിവിയാരിറ്റി മൈനർ, മോഡറേറ്റ്, സിവിയർ, ലീതൽ. അതർ ക്ലാസിഫിക്കേഷൻസ്. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ADR. അടുത്തത് മാനേജ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ADR ആണ്. മാനേജ്മെൻറ്റ് ഓഫ് ADR. മാനേജ്മെൻറ്റ് ഓഫ് ADR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി സ്റ്റെപ്പ് എന്താണ്, ആ സസ്പെക്റ്റഡ് ഡ്രഗിനെ വിഡ്രോവൽ ചെയ്യുക, അതായത് സ്റ്റോപ്പ് ചെയ്യുക, അതിൻ്റെ യൂസ് സ്റ്റോപ്പ് ചെയ്യുക. ഈ റിയാക്ഷൻ ഡോസ് റിലേറ്റഡ് ആണെങ്കിൽ ഡോസ് റെഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ആ റിയാക്ഷന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. ഒരു ക്ലിയർ തെറാപ്യൂട്ടിക് ഒബ്ജക്റ്റീവ് മെയിൻറ്റെയിൻ ചെയ്യുക നമ്മൾ ADR മാനേജ് ചെയ്യുന്ന സമയത്ത്. ഈ ഡ്രഗ് ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ലോങ് പീരീഡിന് അൺനെസസറിലി ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. പേഷ്യൻറ്റിനെ റെഗുലർലി റിവ്യൂ ചെയ്യണം. മാനേജ്മെൻറ്റ് സിംപ്ലിഫൈ ചെയ്തിരിക്കണം. ഇനി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്? ഒന്ന്, ഹൈ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ADR ഉള്ള പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുക. പിന്നെ ഹൈ റിസ്ക് ഡ്രഗ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുക. എന്നിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ആ പേഷ്യൻറ്റിന് എന്തെങ്കിലും അലർജിക് സ്റ്റാറ്റസ് ഉണ്ടോ എന്ന് ചോദിച്ച് ഡോക്യുമെൻ്റ് ചെയ്യുക. പിന്നെ ഡ്രഗ് തെറാപ്പീൻ്റെ അപ്രോപ്രിയേറ്റ്നെസ് ആസസ് ചെയ്യുക. ഓൾട്ടർനേറ്റീവ് മെഡിസിൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക പോസിബിൾ ആണെങ്കിൽ. പിന്നെ ഡ്രഗിൻ്റെ ഡോസിനെ മോഡിഫൈ ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ ഡ്രഗ് ഇൻട്രാക്ഷൻസ് ഉണ്ടോ മൾട്ടിപ്പിൾ തെറാപ്പീസിൽ എന്നൊക്കെ ആസസ് ചെയ്യുക. ഇതൊക്കെയാണ് കീ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്. അടുത്തത് റോൾ ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെ ADR മാനേജ് ചെയ്യുന്നതിൻ്റെ റോൾ എന്തൊക്കെയാണ്? ഒന്ന്, ADRനെ പ്രോപ്പറായിട്ട് ഡിറ്റക്ട് ചെയ്ത് ആസസ് ചെയ്യുക. പിന്നെ ADR ഈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് റിപ്പോർട്ട് ചെയ്യുന്നതിനെ എൻകറേജ് ചെയ്യുക. ഡോക്യുമെൻ്റ് റിപ്പോർട്ട് റിയാക്ഷൻസ് ഫോർ ഫെർദർ ഫ്യൂച്ചർ റെഫറൻസ്. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുക,
അതായത് ഫ്യൂച്ചറിന് റെഫറൻസിന് വേണ്ടിയിട്ടാണ്. പിന്നെ ADRനെ കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെ ഇടയിലും പേഷ്യൻസിൻ്റെ ഇടയിലും പബ്ലിക്കിലും ഒക്കെ. പിന്നെ പ്രൊമോഷൻ ആൻഡ് അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADR റിപ്പോർട്ടുകൾ മീറ്റിങ്ങിലും കോൺഫറൻസിലൊക്കെ പ്രസൻറ്റ് ചെയ്യുക, വർക്ക്ഷോപ്സും സെമിനാർസും ഒക്കെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യാം. ADR റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് സ്പോണ്ടന്യസ്ലി ADR റിപ്പോർട്ട് ചെയ്യണം, പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക, അത് ഫാർമക്കോ വിജിലൻസ് സെൻറ്ററിലോട്ട് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ഇത് ന്യൂ അല്ലെങ്കിൽ റെയർ ADRനെ ഇയർലി അതായത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ADRൻ്റെ മാനേജ്മെൻറ്റും റിപ്പോർട്ടിങ്ങും. അപ്പോൾ ADRൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? എന്താണ് ADR എന്ന് പറഞ്ഞു, കോഴ്സസ് ഓഫ് ADRും ക്ലാസിഫിക്കേഷനും മാനേജ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ADR ആണ് നമുക്ക് ADRൻ്റെ പോർഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.